ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് വന്ന് പറയുന്ന കംപ്ലൈൻ്റ് ആണ് കഫക്കെട്ട്. നെഞ്ചിലും തലയിലും ഒക്കെ ഭയങ്കരമായിട്ട് കഫം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇത് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്, ഇത്രയധികം കഫം എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ശ്വാസകോശം മാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വരുന്നതാണോ, ഇത് നമുക്കിനി എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത്, മെഡിക്കൽ ഓഫീസർ, പ്രാണ നിച്ചോക്കിയ സെൻറ്റർ, കൊല്ലം. ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് വന്ന് പറയുന്ന കംപ്ലൈൻ്റ് ആണ് കഫക്കെട്ട്. നെഞ്ചിലും തലയിലും ഒക്കെ ഭയങ്കരമായിട്ട് കഫം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇത് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്, ഇത്രയധികം കഫം എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ശ്വാസകോശം മാത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വരുന്നതാണോ, ഇത് നമുക്കിനി എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ശരിക്കും ഈ കഫക്കെട്ടെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്നവരെ വരെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇത് ശരിക്കും ഒരു മോശകാര്യമൊന്നും അല്ല. ഇത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് കഫം വഴി പുറത്തു പോകുന്നതാണ്. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ പുറത്തു പോകുന്നതും അതിന് എന്തെങ്കിലും നിറവ്യത്യാസം വരുമ്പോഴുമാണ് നമ്മളത് കാര്യമാക്കി എടുക്കാറ്. അത് എന്ത് ബാക്ടീരിയ ആണോ എന്ത് പ്രശ്നമാണോ അവിടെ ബാധിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അവിടുത്തെ നിറവ്യത്യാസം. അത് ചിലപ്പോൾ പച്ച കളറിൽ അല്ലെങ്കിൽ മഞ്ഞ കളറിൽ അല്ലെങ്കിൽ പത പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കും ആളുകൾ ഇതിനെ വലിയ കാര്യമാക്കി എടുക്കാറ്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് തന്നെ മൂക്കടപ്പ്, പനിയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാലാണ് അത് കഫക്കെട്ടിലേക്ക് മാറുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊണ്ടയിൽ ബാധിക്കുന്ന എന്തെങ്കിലും ടോൺസിൽസോ അല്ലെങ്കിൽ ഫാരിഞ്ചൈറ്റിസോ ഇൻഫ്ലമേഷൻസ് ആവുന്നത്, ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, അതേപോലെ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കാണെങ്കിൽ, തൊണ്ടയിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ, അതേപോലെ പനി വന്നിട്ട് അങ്ങനെ വിട്ട് ട്രീറ്റ് ചെയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ കഫക്കെട്ടിൻ്റെ ആദ്യത്തെ ഒരു ഇഷ്യൂ കാണുന്നത്. രണ്ടാമത്തേന്ന് പറയുമ്പം സൈനസിനകത്ത് വരുന്ന ബുദ്ധിമുട്ടാണ്. സൈനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് 4 വായു അറകളുണ്ട്, അതായത് സൈനസ് ക്യാവിറ്റി എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള നീർക്കെട്ടോ കാര്യങ്ങളോ വരുമ്പോൾ അവിടെ കഫം നിറയുകയും അവിടുന്ന് ഉള്ളിലേക്ക് കഫക്കെട്ടായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് ആണ്. അതായത് നമ്മുടെ നേസൽ ട്രാക്റ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വളർച്ചക്കുറവോ ഉണ്ടെങ്കിൽ അവിടെ കഫം കെട്ടിയിട്ട് അത് മുഖം ഇങ്ങനെ തല ഇങ്ങനെ ചരിക്കുമ്പോഴത്തേക്കും അത് കഫമായിട്ട് വായിലേക്ക് ഇറ്റിട്ട് വീഴുന്ന ഒരു ബുദ്ധിമുട്ടുകളിലും നമ്മൾ ഈ പറയുന്ന കഫക്കെട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി മറ്റൊരു കാരണമാണ് മൂക്കിൻ്റെ അങ്ങേയറ്റമുള്ള ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്, അഡിനോയിഡ് ഗ്രന്ഥി. അപ്പോൾ അവിടെ എന്തെങ്കിലും വീക്കോ ഇൻഫ്ലമേഷൻസോ ഇൻഫെക്ഷൻസോ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന കഫക്കെട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അഞ്ചാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്വാസകോശം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരായിരുന്നെങ്കിൽ, നേരത്തെ TB അല്ലെങ്കിൽ ന്യൂമോണിയ അല്ലെങ്കിൽ കോവിഡ് വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കഫക്കെട്ട് മാറാത്ത കുറേ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ അവർക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉള്ളിൽ അതുണ്ടാവും. അപ്പോൾ അതെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പുറത്ത് വരുന്ന ഒരു ട്രിഗറിങ് ഫാക്ടർ ചെന്ന് കഴിഞ്ഞാൽ അത് പുറത്ത് വരുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റൂമിൽ ഇങ്ങനെ അടിക്കടി നനഞ്ഞ തോർത്തും തുണികളും ഇടുന്ന സമയത്തും, അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഈർപ്പം നിൽക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ കഫക്കെട്ട് മാറാതെ വരുന്നവർക്ക് കാണുന്നുണ്ട് നമ്മൾ. അതേപോലെ ചിലർക്ക് ചൂട് കാലങ്ങളിലാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതേപോലെ വൈറസിൻ്റെയും ഫംഗസിൻ്റെയൊക്കെ ഗ്രോത്ത് കൂടുതലും ഈർപ്പമുള്ള ഏരിയയിലാണ്. അപ്പോൾ അത് കൂടുതലും നനവുള്ള പ്രതലങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ, അങ്ങനെ ഈ പറയുന്ന നനഞ്ഞ തുണിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇട്ടേക്കുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ഇവർക്ക് കഫക്കെട്ട് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ ഈ പറയുന്ന ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ, അവർക്ക് അത് ഇരട്ടിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഈ നനഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ഈർപ്പമുള്ള പ്രദേശം. പ്രത്യേകിച്ചും ചിലർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും, തണുത്ത ഐസ്ക്രീമോ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും. ചിലർക്ക് ചൂടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ചിലർക്ക് അല്ലാതുള്ള അറ്റ്മോസ്ഫിയർ തണുത്ത അറ്റ്മോസ്ഫിയറിലായിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു ട്രിഗറിങ് ഫാക്ടർ പോലെ ആക്ട് ചെയ്ത് അവർക്ക് കഫക്കെട്ട് വരുന്നത്.
പിന്നെ ചില ആളുകൾക്ക് പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ മാത്രമായിരിക്കും കഫക്കെട്ടിൻ്റെ ശല്യം കാണുന്നത്. പിന്നെ ചിലവർക്ക് ഈ രാത്രിയിൽ തല നനച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേർത്തിട്ട് തലനീരിറങ്ങിയിട്ടും കഫക്കെട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി ആറാമത്തെ ഒരു കാര്യമാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇത്രയും നാൾ കരുതിയിരുന്നത് ഒന്നുകിൽ ശ്വാസകോശ സംബന്ധപരമായിട്ടുള്ള പ്രശ്നമോ അല്ലെങ്കിൽ മൂക്കിനകത്തുള്ള എന്തെങ്കിലും അണുബാധയോ കാര്യങ്ങളോ ആയിരിക്കാം, അല്ലെങ്കിൽ സൈനസ് ക്യാവിറ്റിയിലുള്ള എന്തെങ്കിലും പ്രശ്നം, എപ്പോഴും ഇങ്ങനെ പനി മാറാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ കഫക്കെട്ട് വരുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഒരു കാരണവും കൂടി ഉണ്ട്. അതായത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കഫക്കെട്ട് മാറാതെ നിൽക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിനകത്തുള്ള ആസിഡിൻ്റെ സെക്രീഷൻ അധികം ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻസിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് റിക്കറൻ്റ് ആയിട്ട് നമ്മുടെ തൊണ്ടയിലെ മ്യൂക്കസ് മെമ്പറൈനെ ഇറിറ്റേറ്റ് ചെയ്ത് അവിടെ കഫം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ ചുറ്റിനുമുള്ള ആ ഒരു മസിൽസിനെ ഇത് വ്രണമാക്കിക്കൊണ്ട് അവിടെ കഫം കൂടുതൽ സെക്രീറ്റ് ചെയ്ത് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അത് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഹൈപ്പർ അസിഡിറ്റിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഹൈപ്പർ അസിഡിറ്റി എങ്ങനെയാണ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ട് ഹെവി ആയിട്ടുള്ള ഭക്ഷണം കൂടുതലും കഴിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ സ്മോക്കിംഗ് ഉള്ളവർക്ക്, അതേപോലെ അമിതവണ്ണം ഉള്ളവർക്ക്, പിന്നെ ഇതുകൂടാതെ ഈ രാത്രി അധികം സ്പൈസി ആയിട്ട് മസാല ഒക്കെ അധികം ആഡ് ചെയ്ത് കഴിക്കുന്നവർക്ക്, ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നവർക്കൊക്കെയാണ് ഈ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊന്നും ചിലർക്ക് കഫക്കെട്ട് മാറാറില്ല. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇനി ഈ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ പല ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. തലയിലും നെഞ്ചത്തുമൊക്കെ ഭയങ്കര ഭാരമായിരിക്കും, ചുമ മാറാതെ നിൽക്കും, തലവേദനയൊക്കെ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഇത് റിക്കറൻ്റ് ആയിട്ട് അടുപ്പിച്ച് വരാതിരിക്കത്തുള്ളൂ. ഇതിപ്പോൾ സൈനസിൻ്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ, അതായത് വായുവറകളിൽ ഇങ്ങനെ നീർക്കെട്ട് വരുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ളതിൻ്റെ ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനി അതല്ല മറ്റ് വയറ് സംബന്ധപ്പെട്ട പ്രശ്നം കൊണ്ട് വരുന്നതാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ശ്വാസകോശ സംബന്ധപരമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി ട്രീറ്റ് ചെയ്യാതെ നമുക്ക് ഇത് റിക്കറൻ്റ് ആയിട്ട് വരുന്നതിന് നമുക്ക് തടയാൻ കഴിയത്തില്ല. ആദ്യം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുക. നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങുക, എണീക്കുക, അതേപോലെ ഭക്ഷണം കൃത്യമായിട്ടുള്ള സമയത്ത് കഴിക്കുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഓവറായിട്ട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതായത് സ്പൈസി, ഫ്രൈഡ്, ഗ്രിൽഡ് എന്നൊക്കെയുള്ള ഒരുപാട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഡെയിലി ബേസിസിൽ കഴിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ പോവുക. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ ശീലമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. എക്സർസൈസ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം ഉള്ളതിനെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി സൈനസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആണ് വരുന്നതെങ്കിൽ അതിനുള്ള ഒരു റെമഡി ആയിരിക്കും ഞാൻ പറയുന്നത്. ഇനി സൈനസൈറ്റിസ് അല്ലെങ്കിൽ മറ്റുള്ള പോസ്റ്റ് ഡ്രിപ്പിങ് അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ആവി പിടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആദ്യത്തേതാണ്. സൈനസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉപ്പിട്ട് ആവി പിടിക്കുക. അതായത് ഒരു പിടി ഉപ്പെടുക്കുക, അത് നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ ഒരു ആവി കൊണ്ടുകഴിഞ്ഞാൽ നല്ലതാണ്. അതേപോലെ ഉപ്പും മഞ്ഞളും തുളസിയും കൂടി ഇട്ട് ആവി പിടിക്കാവുന്നതാണ്. കഫം നന്നായിട്ട് അലിഞ്ഞു പോവും. ഉപ്പിൻ്റെ ഒരു എഫക്റ്റ് ചെല്ലുമ്പോൾ തന്നെ അവിടെ ബാക്ടീരിയ, ഫംഗൽ ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തൊക്കെ കുറയും. നമുക്ക് ഈ കഫം നന്നായിട്ട് അലിഞ്ഞു പോകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിക്സ് ഇട്ട് ആവി പിടിക്കാതിരിക്കുക. കാരണം അത് നമ്മുടെ സൈനസ് അറകൾ, അതായത് ഈ വായു അറകളെല്ലാം ഡ്രൈ ആക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കഫം അലിഞ്ഞു പോകാനും ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഉപ്പിട്ട് തന്നെ ആവി പിടിക്കുക. പിന്നെ പനിക്കൂർക്ക ഇട്ട വെള്ളത്തിലും ആവി പിടിക്കാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു റെമഡിയാണ് നേതി പോട്ട്. അത് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. നോസ് വാഷ് എന്ന് പറയും. ഇതിനകത്ത് ഒരു ഇളംചൂട് വെള്ളം എടുത്തിട്ട് പൊടിയുപ്പിട്ടിട്ട് അത് മിക്സ് ചെയ്ത് 2 നോസും വാഷ് ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു റെമഡിയാണ്. പിന്നെ അതേപോലെ മൂന്നാമത്തേതാണ് രാസ്നാദി പൊടിയിൽ കുറച്ച് രാസ്നാദി നമ്മുടെ ആയുർവേദ ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. രാസ്നാദി പൊടി എടുത്തിട്ട് അത് കുറച്ച് നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് അത് നമ്മുടെ ഈ സൈനസ് അറകളിൽ മേലെ പുരട്ടുക. അപ്പോൾ എന്തെങ്കിലും കഫമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പുറത്തു വരാനായിട്ട് നല്ലൊരു റെമഡിയാണ്. നമ്മൾ പറഞ്ഞു ഉപ്പും മഞ്ഞളും ഇട്ട് ആവി പിടിക്കാമെന്ന്. അതേപോലെ തന്നെ നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് ഗാർഗിൾ ചെയ്യുകയും ചെയ്യാം. അപ്പോഴത്തേക്ക് തൊണ്ടയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കുറയും. ഇത് പോസ്റ്റ് നേസൽ ഡ്രിപ്പിങ്ങിന് ഉപയോഗിക്കാം. സൈനസിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കാം. എന്തെങ്കിലും അലർജി ഇൻഫെക്ഷൻസ് ആണെങ്കിലും ഈ പറയുന്ന റെമഡീസ് എല്ലാം വർക്കാവുന്നതാണ്. ഇനി വയറ് സംബന്ധമായിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് കാരണം, അതായത് GERD പോലുള്ള ഹൈപ്പർ ആസിഡിറ്റി പോലത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം. അല്ലാതെ പുറത്തൂടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഉള്ളിലൂടെ തന്നെ
തന്നെ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിനുള്ള കുറച്ച് ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുക. പിന്നെ രാത്രിയിൽ നേരത്തെ കഴിച്ച് ലഘുവായിട്ട് കഴിച്ച് കിടക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരുപാട് സ്പൈസിയും കാര്യങ്ങളും ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് കൂടാതെ 2 എഫക്റ്റീവായിട്ടുള്ള 2 റെമഡീസാണ്. ആദ്യത്തേത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്കയുടെ ഇല നമ്മുടെ എല്ലായിടത്തും കിട്ടും. അതൊരു 3 or 4 എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കി അത് വാട്ടി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 9 ദിവസം വരെ കണ്ടിന്യൂസ് 2 നേരം വെച്ച് കഴിക്കാവുന്നതാണ്. അതേപോലെ രണ്ടാമത്തേതാണ് മഞ്ഞൾ. കുറച്ച് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്തിട്ട് അതും ഡെയിലി ബേസിസിൽ ഒരു 9 ദിവസം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു പരിധി വരെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. അല്ലാതെയുള്ള ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ഇത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.